യഥോധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും ഞാൻ പറഞ്ഞു നിർത്തിയത് ദ്രോണർ തൻ്റെ ശിഷ്യന്മാരായ പാണ്ഡവ കൗരവന്മാരെ അദ്ദേഹം അഭ്യസിപ്പിച്ച ആയുധാഭ്യാസങ്ങളെല്ലാം ഹസ്തിനപുരി കൊട്ടാരത്തിന് സമീപം തയ്യാറാക്കിയ പ്രദർശന മണ്ഡപത്തിൽ പ്രദർശിപ്പിക്കുന്നതും എല്ലാവരുടെയും പ്രദർശനത്തിന് ശേഷം അർജുനൻ്റെ അതിവിശാലമായ ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെല്ലാം കഴിഞ്ഞത് ശേഷം ആ പ്രദർശന ഹാളിലേക്ക് കടന്നു വരുന്ന കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് അർജുനൻ അവിടെ പ്രദർശിപ്പിച്ച എല്ലാ ആയുധാഭ്യാസങ്ങളും അതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കുന്നതും ആ പ്രദർശനം കഴിഞ്ഞിട്ട് അർജുനനെ യുദ്ധത്തിനായി കർണൻ വെല്ലുവിളിക്കുന്നതും ഈ സമയത്ത് മോഹാലസ്യപ്പെട്ട് വീഴുന്ന കുന്തിദേവിയെ കണ്ടതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ഈ ദ്വന്ദ്വയുദ്ധം ഒഴിവാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കൃപാചാര്യർ ഇടപെട്ട് അർജുനൻ്റെ കുലമഹിമകളെക്കുറിച്ച് അവിടെ പ്രശംസിച്ച് പറയുകയും കർണൻ്റെ കുലമേതാണ് എന്ന് അന്വേഷിക്കുകയും ചെയ്ത സമയത്ത് ആ കുലത്തെക്കുറിച്ച് വിശാലമായി പറയാൻ കഴിയാതിരുന്ന കർണൻ അവിടെ വിഷണനായി നിൽക്കുന്ന സമയത്ത് കർണൻ്റെ രക്ഷയ്ക്ക് ദുര്യോധനെത്തുകയും ദുര്യോധനൻ കർണനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് രാജാവല്ലാത്ത ഒരു വ്യക്തിയോട് രാജകുമാരൻ ദ്വന്ദ്വയുദ്ധം നടത്താൻ പാടില്ല എന്ന് വീണ്ടും കൃപാചാര്യൻ നിർദ്ദേശിക്കുകയും ഇത് കേട്ട് കഴിഞ്ഞ ദുര്യോധനൻ പ്രകോപിതനായി ഹസ്തിനപുരിയുടെ അംഗരാജ്യത്തിൻ്റെ രാജാവായി കർണനെ അഭിഷേകം നടത്തുന്നതും അഭിഷേകത്തിന് ശേഷം കർണനെ വളർത്തിയ വളർത്തച്ഛനായ അതിരഥൻ വൃദ്ധനായെങ്കിലും കർണനെ ആശ്വസിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ആ വേദിയിലേക്ക് കടന്നു വരുന്നതും ഇത് കണ്ട് അതിരഥനാണ് കർണൻ്റെ പിതാവ് എന്ന് തെറ്റിദ്ധരിച്ച പാണ്ഡവർ കർണനെ പരിഹസിക്കുന്നതും രൂക്ഷമായ പരിഹാസം കേട്ട് തലകുനിയേണ്ടി വന്ന കർണനെ കണ്ട സൂര്യഭഗവാൻ പെട്ടെന്ന് പടിഞ്ഞാറ് തൻ്റെ തല താഴ്ത്തി കളയുന്നതും അങ്ങനെ നേരത്തെ സന്ധ്യയായതിനാൽ സന്ധ്യാസമയത്തിന് ശേഷം ദ്വന്ദ്വയുദ്ധം നടത്താൻ പാടില്ല എന്ന ദ്വന്ദ്വയുദ്ധ വ്യവസ്ഥ പ്രകാരം ആ യുദ്ധം ഒഴിവാകുന്നതും ആയ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ശേഷം ആ ആയുധാഭ്യാസങ്ങൾ പ്രദർശിപ്പിച്ച സമയത്ത് ഏതെങ്കിലും രീതിയിൽ പാണ്ഡവർക്കോ കൗരവർക്കോ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ അതിനെയെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ വീണ്ടും ഏതാനും ദിവസങ്ങൾ കൊണ്ട് ദ്രോണർ അവരെ പഠിപ്പിച്ച് പൂർത്തിയാക്കി. ഒരു നാൾ ദ്രോണൻ പാണ്ഡവരെയും കൗരവരെയും ആയ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി, നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു, ഇനി നിങ്ങൾ എനിക്ക് ഗുരുദക്ഷിണ നൽകണം എന്ന് ആവശ്യപ്പെടുകയും എന്താണാവോ ഗുരു അങ്ങയ്ക്ക് നമ്മൾ ഗുരുദക്ഷിണയായി നൽകേണ്ടത് എന്ന് ആരാഞ്ഞ പാണ്ഡവ കൗരവരോട് ദ്രോണർ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെനിക്ക് അങ്ങ് പാഞ്ചാലദേശത്തിൻ്റെ ഇപ്പോഴത്തെ രാജാവായിരിക്കുന്ന ദ്രുപദനെ പിടിച്ചു കെട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നൽകണം, അതാണ് എനിക്ക് ഗുരുദക്ഷിണയായി നിങ്ങൾ നൽകേണ്ടത് എന്ന് ആവശ്യപ്പെടുകയും അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുരുദക്ഷിണയാവും എന്നത് മാത്രമല്ല നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയും എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യും എന്ന് ദ്രോണർ അറിയിക്കുകയും ഇത് കേട്ട് അങ്ങനെ ആവാം എന്ന് സമ്മതിച്ചുകൊണ്ട് പാണ്ഡവ കൗരവന്മാർ അങ്ങ് പാഞ്ചാലദേശത്തേക്ക് ദ്രോണനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി യാത്ര പുറപ്പെട്ടു. പാഞ്ചാലദേശത്ത് എത്തിയ പാണ്ഡവ കൗരവന്മാർ കൗരവരോടൊപ്പം തങ്ങളും ഒരുമിച്ച് പോകേണ്ട കാര്യമില്ല എന്ന് നിശ്ചയിച്ച്
പാണ്ഡവർ പട്ടണത്തിൽ പ്രവേശിക്കാതെ പ്രാന്തപ്രദേശങ്ങളിൽ അങ്ങനെ വിശ്രമിക്കുകയും ഈ സമയം കർണനെയും കൂട്ടിപ്പോയ ദുര്യോധന ആദികൾക്ക് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസത്താൽ പാഞ്ചാല രാജകൊട്ടാരം വളയുകയും ഹസ്തിനപുരി കൊട്ടാരത്തിൽ നിന്ന് പാണ്ഡവ കൗരവന്മാരെത്തി പാഞ്ചാല കൊട്ടാരം വളഞ്ഞിരിക്കുന്ന വിവരമറിഞ്ഞ് പാഞ്ചാല രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സർവ്വസൈന്യങ്ങളും കൗരവരെ നേരിടുകയും സൈന്യങ്ങളെന്ന് മാത്രമല്ല പാഞ്ചാല ദേശത്തുള്ള യുവാക്കളൊക്കെ പാഞ്ചാല രാജനെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിഘോരമായ യുദ്ധം അവിടെ നടക്കുകയും ചെയ്തു. ഈ യുദ്ധം തുടരുന്ന സമയത്ത് അതിശ്രേഷ്ഠനായ യോദ്ധാവായ പാഞ്ചാല രാജൻ ദ്രുപദനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമുഖ്യനായ സത്യജിത്തും കൗരവന്മാരെ വളരെ വിദഗ്ധമായി നേരിടുക തന്നെ ചെയ്തു. ഒരേ സമയത്ത് അനേകം പേരാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന ദ്രുപദൻ അപ്രകാരം യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി രാജകൊട്ടാരത്തിലുള്ള മറ്റ് രാജകുമാരന്മാരും രാജാക്കന്മാരും യോദ്ധാക്കളുമൊക്കെ സഹായിക്കുകയും ചെയ്ത സമയത്ത് കർണൻ്റെ വീരപരാക്രമത്തിന് അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് ബോധ്യമായി ഒരു കാരണവശാലും തങ്ങൾക്ക് പാഞ്ചാലനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ തന്ത്രപൂർവം കർണനെയും കൂട്ടി കൗരവർ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. ഈ വിവരമറിഞ്ഞ പാണ്ഡവർ അങ്ങ് പട്ടണത്തിൽ പ്രവേശിച്ച് യുദ്ധം നടത്തി ദ്രുപദനെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയും എന്നാൽ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ അതിന് വരേണ്ട കാര്യമില്ലെന്നും ഈ പട്ടണപ്രാന്തത്തിൽ തന്നെ കഴിഞ്ഞുകൂട്ടിയാൽ മതിയെന്നും യുധിഷ്ഠിരൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ച് നകുല സഹദേവന്മാരെ അവിടെ നിർത്തുകയും ചെയ്ത് അർജുനനും ഭീമനും മാത്രം പാഞ്ചാല കൊട്ടാരത്തിന് സമീപം പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അർജുനനാണ് തേർ തെളിച്ചത്. കൊട്ടാരത്തിന് സമീപമെത്തിയ ആ തേര് അതിവിശാലമായ സൈന്യത്തിന് നടുവിലേക്ക് സധൈര്യം അർജുനൻ ഓട്ടിച്ച് കയറ്റുകയും സൈന്യത്തിന് നടുവിലെത്തിയ രഥം അവിടെ നിർത്തി ആദ്യം ഗദയുമായി ഭീമൻ ചാടി ഇറങ്ങുകയും കരിമ്പിൻ കാട്ടിൽ ആന കയറിയ മാതിരി നിമിഷ നേരങ്ങൾ കൊണ്ട് ഭീമൻ തൻ്റെ ഗദ കൊണ്ട് ഇങ്ങനെ നൂറുകണക്കിന് ഭടന്മാരെ അടിച്ച് നിമിഷം കൊണ്ട് കൊന്നു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഈ സമയം അർജുനൻ തൻ്റെ വില്ലെടുത്ത് അനേകം ശരങ്ങൾ ഇങ്ങനെ ആർക്കും അർജുനൻ ശരം തൊടുക്കുന്നത് കാണുന്നതിന് മുമ്പ് തന്നെ 1-ന് 10, 10-ന് 100 എന്ന ക്രമത്തിൽ ശരങ്ങളിങ്ങനെ എയ്ത് ആ പാഞ്ചാല രാജൻ്റെ സൈന്യത്തെ ഇങ്ങനെ ഒടുക്കുക തന്നെ ചെയ്തു. ഇതറിഞ്ഞുകൊണ്ട് അതിശ്രേഷ്ഠനായ വില്ലാളിയായ ദ്രുപദൻ്റെ മന്ത്രി സത്യജിത്ത് ആദ്യം എത്തുകയും സത്യജിത്തിനോടൊപ്പം സത്യജിത്തിന് അർജുനനെ നേരിടാൻ കഴിയുന്നില്ല എന്ന് ബോധ്യമായി ദ്രുപദനും യുദ്ധത്തിന് മുന്നോട്ട് വരികയും ചെയ്തു. നിമിഷനേരം കൊണ്ട് തന്നെ സത്യജിത്തിൻ്റെ തേരാളിയെ അർജുനൻ എയ്ത് വീഴ്ത്തുകയും തേരിനെ എയ്തൊടിക്കുകയും തേർ വഹിച്ചിരുന്ന കുതിരകളെ കൊന്നു വീഴ്ത്തുകയും ചെയ്ത് സത്യജിത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വില്ലിനെയും എയ്തൊടിച്ചു കളഞ്ഞു. ദ്രുപദൻ ഭീമനെ എങ്ങനെയും നേരിട്ടില്ലെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് തന്നെ തൻ്റെ സൈന്യത്തെ മൊത്തവും അടിച്ച് തന്നെ ഭീമൻ കൊന്നുകളയുമെന്ന് മനസ്സിലാക്കി ഭീമന് നേർക്ക് അനേകം ദിവ്യാസ്ത്രങ്ങൾ ഇങ്ങനെ ദ്രുപദനും മറ്റു യോദ്ധാക്കളും അയച്ചുകൊണ്ടിരുന്നെങ്കിലും ഇവയിൽ ഒന്നുപോലും ഭീമൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കുകയും എല്ലാം ഗത കൊണ്ട് തടുത്ത് വിട്ട് ആ സമയത്തും ഇങ്ങനെ നൂറുകണക്കിന് യോദ്ധാക്കളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടുവരുന്നു. എന്തായാലും
യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. സത്യജിത്തിൻ്റെ പരാജയത്തിന് ശേഷം ദ്രുപദൻ നേരിട്ട് അർജുനനെ നേരിടുകയും അധികം സമയമാകുന്നതിന് മുമ്പ് തന്നെ ദിവ്യമായ പല അസ്ത്രങ്ങളും ദ്രുപദൻ പ്രയോഗിച്ചിട്ടും അതിനെയെല്ലാം നിഷ്പ്രയാസം ചെറുത്തുകൊണ്ട് ഇങ്ങനെ അർജുനൻ യുദ്ധം ചെയ്ത് മുന്നേറുകയും ദ്രുപദൻ്റെയും തേരാളിയെ എഴുതി വീഴ്ത്തുകയും തേർ വഹിച്ചിരുന്ന കുതിരകളെ കൊന്നു വീഴ്ത്തുകയും തേരിനെ ഒടിക്കുകയും വില്ലിനെയും എഴുതൊടിക്കുകയും ചെയ്തു. ഒടിഞ്ഞ തേരിൽ നിന്ന് മറ്റൊരു വില്ലെടുക്കുന്നതിലേക്ക് വേണ്ടി ശ്രമം നടത്തുന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് അർജുനൻ വാളുമെടുത്ത് തൻ്റെ രഥത്തിൽ നിന്ന് ചാടി ഒടിഞ്ഞ ദ്രുപദൻ്റെ തേരിലേക്ക് കയറുകയും നിമിഷം കൊണ്ട് പരുന്ത് കോഴിക്കുഞ്ഞിനെ തൂക്കുന്ന ലാഘവത്തോടുകൂടി അർജുനൻ ദ്രുപദനെ തൻ്റെ കരവലയത്തിലാക്കുകയും ദ്രുപദനെ ബന്ധിച്ച് തൻ്റെ തേരിലേക്ക് കൊണ്ടുവന്ന് കയറ്റുകയും ചെയ്തു. അതിനുശേഷം ഭീമനോട് വിളിച്ചു പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, ദ്രുപദൻ ഒരു കാരണവശാലും നമ്മുടെ ശത്രുവല്ല. അദ്ദേഹം എന്നും നമ്മുടെ മിത്രമായിരുന്ന വ്യക്തിയാണ്. ആയതിനാൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ നശിപ്പിച്ചത് ഇനി മതിയാക്കൂ. എത്രയും പെട്ടെന്ന് ദ്രുപദൻ്റെ മന്ത്രിയായ സത്യജിത്തിനെയും കൊണ്ട് ഈ തേരിലേറൂ. നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ടുചെന്ന് ഗുരുവിന് ദക്ഷിണയായി കാഴ്ചവെക്കാം എന്ന് പറയുകയും മനസ്സില്ലാ മനസ്സോടെ ഗഥയുമായി ഭീമൻ സത്യജിത്തിനെയും തൂക്കി തേരിലേറ്റി രണ്ടുപേരെയും ബന്ധിച്ച് ഹസ്തിനപുരിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ഹസ്തിനപുരിയിൽ എത്തിയ ഭീമാർജുനന്മാർ ദ്രുപദനെയും സത്യജിത്തിനെയും കൊണ്ട് ദ്രോണരുടെ മുന്നിലെത്തുകയും ദ്രോണർ ദ്രുപദനെയും സത്യജിത്തിനെയും കണ്ട് അങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്തു. എന്നിട്ട്, ഹേ ദ്രുപദ, നീ ഇപ്പോൾ രാജാവല്ല, നീ ഇപ്പോൾ കേവലം എൻ്റെ അടിമയാണ്. നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ, നമ്മൾ ഒരുമിച്ച് വളരെ ദീർഘനാൾ ഗുരുകുലത്തിൽ പഠിച്ചതും സുഹൃത്തുക്കളായി ജീവിച്ചതുമായ ആ കാലഘട്ടം? ആ മധുര സ്മരണകൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നിനക്കത് ഓർക്കാൻ കഴിയുന്നു? ഞാൻ നിൻ്റെ സുഹൃത്തായിരുന്നതായി നീ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ദ്രുപദൻ്റെ മുഖത്ത് നോക്കി ദ്രോണൻ ചോദിക്കുകയും വീണ്ടും ഇപ്രകാരം പറയുകയും ചെയ്തു, നീ ഇപ്പോൾ രാജാവല്ല, പാഞ്ചാലദേശത്തിൻ്റെ രാജാവ് ഇപ്പോൾ ഞാനാണ്. തുല്യനല്ലാത്തവരോട് നീ സൗഹൃദം സ്ഥാപിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അതിനാൽ ഞാൻ നിന്നോട് ഒരു കാരുണ്യം കാണിക്കാം. നിന്നെ ഞാൻ നിഗ്രഹിക്കുന്നില്ല. നിനക്ക് ജീവഭയത്തിൻ്റെ ആവശ്യവുമില്ല. നിൻ്റേതായിരുന്ന പാഞ്ചാലദേശത്തിൻ്റെ പകുതി, അതായത് ഭാഗീരഥിയുടെ തെക്ക് ഭാഗം ഞാൻ നിനക്ക് നൽകാം. വടക്ക് ഭാഗത്തിൻ്റെ രാജാവായി ഞാനും വാഴാം. അങ്ങനെ തുല്യ രാജാക്കന്മാരാകുന്ന നമ്മൾ പഴയ സൗഹൃദം തുടർന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയും ദ്രോണരുടെ ഓരോ വാക്കുകളും ദ്രുപദന് തൻ്റെ ഹൃദയത്തെ പിളർക്കുന്നതായിട്ടാണ് തോന്നിയതെങ്കിലും ആ ക്ഷത്രിയ ബുദ്ധി ഉദിച്ചത് പ്രകാരം ദ്രുപദൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠനായ ദ്രോണ, വീരയോദ്ധാവിന് വിജയവും പരാജയവും എപ്പോഴും ഒരുപോലെയാണ്. ഈ പരാജയം ഞാൻ കാര്യമായി കാണുന്നില്ല. എനിക്ക് നിൻ്റെ സൗഹൃദം സ്വീകരിക്കുന്നതിനും പകുതി രാജ്യം കൊണ്ട് തൃപ്തിപ്പെടുന്നതിനും യാതൊരു വൈമനസ്യവുമില്ല. ഞാനത് സ്വീകരിക്കുന്നു എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ ദ്രോണൻ
ദ്രുപദൻ്റെ കൈയിലെ കെട്ടഴിച്ചു വിടുകയും അതിനോടൊപ്പം സത്യജിത്തിൻ്റെയും കൈ കെട്ടഴിച്ച് സ്വതന്ത്രരാക്കുകയും ശേഷം പാഞ്ചാല രാജ്യത്തിൻ്റെ പകുതി, അതായത് ഗംഗാനദിക്ക് തെക്കുള്ള ഭാഗം ദ്രുപദനെ ഏൽപ്പിക്കുകയും ഗംഗാനദിക്ക് വടക്ക് ഭാഗം ദ്രോണർ നേരിട്ട് ഭരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം ശിഷ്യന്മാരായ പാണ്ഡവ കൗരവന്മാരെ എല്ലാവരെയും വിളിച്ച് അവരെയെല്ലാം അനുഗ്രഹിച്ച് വിട്ടതിന് ശേഷം അർജുനനെ അടുത്ത് വിളിക്കുകയും, അർജുന, നിനക്ക് ഞാൻ ഈ സമയത്ത് അതിശ്രേഷ്ഠമായ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിക്കേണ്ട വിധവും അത് തിരിച്ചെടുക്കേണ്ട വിധവും അതിൻ്റെ മന്ത്രസഹിതം നിന്നെ പഠിപ്പിക്കാൻ പോവുകയാണ്. അത് പഠിച്ചതിന് ശേഷം നീ എനിക്ക് അതിന് പ്രത്യേകം ഗുരുദക്ഷിണ നൽകുകയും വേണം. ഇത് പറഞ്ഞതിന് ശേഷം ദ്രോണർ അർജുനന് ഈ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൻ്റെ പ്രയോഗ മന്ത്രവും അത് തിരിച്ചെടുക്കാനുള്ള മന്ത്രവും പറഞ്ഞുകൊടുത്ത് അത് പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും ഉപദേശിച്ചു, ഹേ അർജുന, ഇത് മനുഷ്യരുടെ മേൽക്ക് പ്രയോഗിക്കേണ്ടതല്ല. ഈ ഒരൊറ്റ അസ്ത്രം ഈ ഭൂമുഖത്തെ തന്നെ പൂർണ്ണമായും ചാമ്പലാക്കാൻ പ്രാപ്തമായ അസ്ത്രമാണ്. ഇത് മനുഷ്യരല്ലാത്ത ഏതെങ്കിലും ശത്രുക്കളെ നേരിടാൻ മറ്റസ്ത്രങ്ങളാൽ നിനക്ക് കഴിയാതെ വരുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ മാത്രമേ ഈ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശത്തോടു കൂടി ഇവയുടെ സർവ രഹസ്യവും കൊടുക്കുകയും ഇതിനെ നീ വളരെ ബഹുമാനത്തോടു കൂടി, ഭക്തിയോടു കൂടി, ആദരവോടു കൂടി സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തു. അപ്രകാരം അർജുനൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ദ്രോണരോട് പറഞ്ഞു, അലയോ ഗുരു, ഞാനിതാ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, അങ്ങയ്ക്ക് എന്താണ് ഗുരുദക്ഷിണ ഇതിനായി ഞാൻ നൽകേണ്ടത് എന്ന്. അത് കേട്ട ദ്രോണർ അർജുനോട് പറഞ്ഞു, പ്രിയ ശിഷ്യ, നീ എനിക്ക് ഇതിന് നൽകേണ്ട ഗുരുദക്ഷിണ മറ്റൊന്നുമല്ല, ഏതൊരു സമയത്ത് ഞാൻ നിന്നെ നേരിട്ടാലും നീ എന്നോട് യുദ്ധം ചെയ്യണം. ഗുരുവാണ് എന്ന് പറഞ്ഞ് നീ എന്നെ നേരിടാൻ മടിച്ച് മാറി നിൽക്കരുത്. മാത്രവുമല്ല, നിന്നെ നേരിടാൻ വരുന്ന ഏതൊരു വ്യക്തിയെയും അതാരാണ് എന്ന് നോക്കാതെ, ബന്ധങ്ങളോ സൗഹൃദങ്ങളോ നോക്കാതെ നിന്നെ നേരിടുന്ന വ്യക്തിയെ നീ നേരിടും എന്നും, അതിനോടൊപ്പം ഈ ഞാൻ തന്നെ നിന്നെ നേരിടാൻ വന്നാലും എന്നെ നേരിടും എന്ന് നീ എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്തു തരണം. അതാണ് എൻ്റെ ഇതിലേക്കുള്ള ഗുരുദക്ഷിണ എന്ന് ദ്രോണൻ അർജുനനെ അറിയിക്കുകയും അത് പ്രകാരം അർജുനൻ ദ്രോണൻ്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഞാൻ ആരോടും, എന്നെ നേരിടാൻ വരുന്നത് ആരോടും, അത് ഗുരുവായാലും എനിക്ക് പിതൃതുല്യരായ ആരായാലും സഹോദരതുല്യരായ ആരായാലും ഞാൻ അവരെ നേരിട്ട് കൊള്ളാം എന്ന് ഗുരുവിന് സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗങ്ങളിൽ തുടർ കഥകൾ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.